ഇന്ന് രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് എൻ്റെ മോർണിംഗ് റൂട്ടീൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ പുട്ടും ചെറുപയർ കറിയും ആക്കാമെന്നാണ് കരുതി. അതുകൊണ്ട് തലേന്ന് തന്നെ ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. കുക്കറിലാണ് ഇടുന്നതെങ്കിലും പെട്ടെന്ന് പോകുമല്ലോ, അത്രയല്ല വിസിൽ വേണ്ടു. അപ്പോൾ ചെറുപയറിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, സവോള എല്ലാം ഞാൻ അതിലേക്ക് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മധുരക്കിഴങ്ങാണ് ഇട്ടിട്ടുള്ളത്. അത് കുറച്ച് കറി തിക്കാകാൻ വേണ്ടിയാണ്. കൂടെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളവും കൂടി ചേർത്ത് വെച്ചിട്ട് അടപ്പ് അടച്ച് വെച്ചിട്ട് ഞാൻ അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ പുട്ടൊക്കെ കുഴച്ചെടുക്കാമെന്ന് കരുതി. ഈ പുട്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണ്. മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചതിന് ശേഷം വറുത്ത് വെച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പുട്ട് ചുടൽ ഒരു സാഹസം തന്നെയാണ്. കാരണം ഇത് ചില സമയം എനിക്ക് വെള്ളം കൂടിപ്പോവും, ആവി വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വല്ലാണ്ട് ചില സമയം ബുദ്ധിമുട്ടും, ചില സമയം റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ തേങ്ങ രാകുന്നത് നമുക്ക് ചെറുപയറിനേക്കുള്ള അരപ്പ് തയ്യാറാക്കണ്ടേ. അപ്പോൾ ചെറുപയറിനുള്ള അരപ്പെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി അത് താളിച്ചിട്ടിട്ട് അതിലേക്ക് ചേർക്കുക വേണ്ടു. അപ്പോൾ ഇതാ ഞാൻ കടുക് താളിക്കുന്നുണ്ട്. അതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ച ചെറുപയറും മധുരക്കിഴങ്ങൊക്കെ ചേർത്ത കൂട്ടും ചേർത്ത് പിന്നെ അരച്ച് വെച്ച അരപ്പും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അരപ്പ് അരക്കുന്ന സമയത്ത് ഞാൻ അതിൽ വേവിച്ച് വെച്ച മധുരക്കിഴങ്ങിൻ്റെയും ചെറുപയറിൻ്റെയും കഷ്ണം കുറച്ച് ഇട്ടിട്ടാണ് അരച്ചത്. കാരണം നമ്മളെ കറി കുറച്ചുകൂടി കട്ടിയായി കിട്ടുമല്ലോ. എന്താ പറയുക, ലൂസാകാതെ അരപ്പ് ചേർത്താലും കുറച്ചുകൂടി കട്ടിയായി കിട്ടുമല്ലോ. അപ്പോൾ മോൻ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ടാറ്റാ.